ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും സാദര പ്രണാമം. ഇന്നൊരു അഷ്ടപതി എഴുതിയ കണ്ണൻ്റെ കഥ കേൾക്കാം അല്ലേ? ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഭഗവാനെ ഉച്ചയുറക്കത്തിനും മറ്റും ചിലപ്പോൾ ഉണർത്തുപാട്ടായും അഷ്ടപതി പാടുന്നത് നമ്മളെല്ലാവരും കേൾക്കാറുണ്ടല്ലോ അല്ലേ? അഷ്ടപതി രചിച്ചത് ഭഗവാന്റെ അഭൗമ്യ ഭക്തനും ശുദ്ധനും അതിലുപരി കണ്ണ് ഹൃദയത്തിലേറ്റിയ ആളുമായ ശ്രീ ജയദേവ കവികളായിരുന്നു. എന്നാൽ അഷ്ടപതിയിലെ വരികളിൽ കണ്ണൻ്റെ വിരസ്പർശമുണ്ടെന്ന് അറിയാമോ? ആ കഥ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ. കഥയെന്ന് കേട്ടാലോ? ഒരിക്കൽ പുരി ജഗന്നാഥ ക്ഷേത്ര ദർശനത്തിന് പോയ ശ്രീ ജയദേവനെ കൃഷ്ണനും രാധയുമായുള്ള വൃന്ദാവന കേളികളുടെ സ്വപ്നദർശനം ഉണ്ടാവുകയും അദ്ദേഹം അത് കവിതയാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു എന്നതാണ് ചരിത്രം. ജയദേവൻ ഭക്തിരസത്തിൽ മുഴുകി രാധയുമായുള്ള കണ്ണൻ്റെ പ്രേമലീലകൾ എഴുതിക്കൊണ്ടിരിക്കെ ഒരു കവിതയുടെ വരികൾ എത്ര ആലോചിച്ചിട്ടും അദ്ദേഹത്തിന് എഴുതാൻ കഴിഞ്ഞില്ല. സ്മരകലകണ്ഠനം മമാശിരസി മണ്ഡനം എന്ന വരി പൂർത്തിയാക്കാൻ കഴിയാതെ വിഷമിച്ചിരിക്കുന്ന ജയദേവനോട് സ്വതിയും പതിവ്രതാരജ്ഞവുമായ ഭാര്യ പത്മാവതി ഇപ്രകാരം പറഞ്ഞു: അങ്ങ് ഗംഗയിൽ പോയി കുളിച്ച് പൂജാപ്രാർത്ഥനകൾ നടത്തി കണ്ണനോട് പ്രാർത്ഥിക്കൂ. അപ്പോൾ ആ വരികൾ എഴുതാൻ കണ്ണൻ സഹായിക്കും. ജയദേവൻ ഈ ആശയം സ്വാഗതം ചെയ്തു. ഗംഗ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും കുറച്ചകലെയാണ്. അദ്ദേഹം സ്നാനത്തിനായി പോയി. ഭാര്യ പത്മ വൈകുന്നേരത്തെ ഭക്ഷണത്തിനുള്ള വിഭവങ്ങൾ ഒരുക്കുന്നതിൽ മുഴുകി. അല്പസമയം കഴിഞ്ഞപ്പോൾ മുറ്റത്തു നിന്നും പത്മ ഇങ്ങോട്ട് വരൂ എന്ന് വിളി കേട്ട് അവർ ഓടിയിറങ്ങി വന്നു. അപ്പോൾ കുളിക്കുവാനായി ഗംഗയിലേക്ക് പോയ ജയദേവൻ മുറ്റത്തു നിൽക്കുന്നു. അദ്ദേഹം ഭാര്യയോട് ഇപ്രകാരം പറഞ്ഞു: പത്മ, സ്നാനത്തിനായി പോകുമ്പോൾ എനിക്ക് ആ 2 വരികൾ എഴുതാനുള്ള പ്രാസ ഓർമ്മ വന്നു. ആ ഓല ഇങ്ങെടുത്തു കൊണ്ടുവരൂ. മറക്കുന്നതിന് മുമ്പ് എഴുതട്ടെ. അവർ ഓല എടുത്തു കൊടുത്തു. അദ്ദേഹം അത് പൂർത്തീകരിച്ചു. ദേഹിമേ പദ പല്ലവമുദ്ധരം എന്ന് എഴുതി പൂർത്തിയാക്കി. എന്നാൽ ഇനി ഞാൻ ഗംഗയിൽ പോകുന്നില്ല സ്നാനത്തിന്. ഞാൻ ഇവിടെ തന്നെ സ്നാനം കഴിക്കുകയാണ്. ആഹാരം എടുത്തു വയ്ക്കൂ എന്ന് പറഞ്ഞ് കുളിക്കുവാനായി പോയി. വേഗം കുളി കഴിഞ്ഞു വന്നു. പത്മ ആഹാരം വിളമ്പി അടുത്തിരുന്ന് വീശിക്കൊടുത്തു. അദ്ദേഹം ആഹാരം കഴിച്ചെണീറ്റു. അല്പം കിടക്കട്ടെ എന്ന് പറഞ്ഞ് ഉറക്കറയിലേക്ക് പോയി. പത്മാവതി പതിവ് പോലെ ഭർത്താവ് കഴിച്ചെണീറ്റ ഇലയിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ മുറ്റത്തു നിന്നും പത്മ എന്ന് വിളിച്ചുകൊണ്ട് ആരോ കതകിൽ തട്ടുന്നു. അവർ എണീറ്റ് പോയി നോക്കിയപ്പോൾ ജയദേവൻ ഗംഗാസ്നാനം കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. പത്മ ഒരു നിമിഷം എന്തു ചെയ്യണമെന്നറിയാതെ തരിച്ചു നിന്നുപോയി. ജയദേവൻ, എങ്കിൽ അകത്തുറങ്ങുന്നതാര്? കവിത എഴുതിയതാര്? ഞാൻ ഭക്ഷണം കൊടുത്തതാർക്ക്? ഇങ്ങനെയുള്ള അനേകം ചോദ്യങ്ങൾ അവരുടെ മനസ്സിലൂടെ കടന്നുപോയി. അവർ പുറത്തു നിൽക്കുന്ന ആളെ അത്ഭുതത്തോടെ തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് ചോദിച്ചു: അങ്ങാരാണ്? പത്മയ്ക്ക് എന്തു പറ്റി എന്ന് ചിന്തിച്ചുകൊണ്ട് കവി വിവരങ്ങൾ ആരാഞ്ഞു. പത്മ ഉണ്ടായ സംഭവങ്ങൾ എല്ലാം പറഞ്ഞു. വരൂ, അകത്ത് അദ്ദേഹത്തെ കാട്ടിത്തരാ എന്ന് പറഞ്ഞ് ജയദേവൻ്റെ കൈ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. എന്നാൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പത്മ, എല്ലാം നിന്റെ തോന്നൽ തന്നെ. ഇപ്പോഴും എന്നെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നതിനാൽ തോന്നിയതാണ് എന്ന് പറഞ്ഞ ഭർത്താവിൻ്റെ മുമ്പിലേക്ക് അവർ ഗീതാ ഗോവിന്ദം എഴുതിയ ഓല എടുത്തു കൊണ്ടുവന്നു കൊടുത്തു.
ജയദേവൻ അത്ഭുതത്തോടെ അതിലുപരി ആനന്ദ കണ്ണീരിനിടയിലൂടെയും ആ അത്ഭുതം ദർശിച്ചു. പൂർത്തീകരിക്കാൻ കഴിയാതെ വിട്ടുപോയ വരി ആരോ എഴുതി ചേർത്തിരിക്കുന്നു. അതും മനോഹരമായ ലയത്തിൽ. ജയദേവൻ കണ്ണീർ പൊഴിച്ചുകൊണ്ട് വിട്ടല, ഹേ വിട്ടല, ജഗന്നാഥ, ഹേ കണ്ണ, മഹാപ്രഭോ എന്ന് വിളിച്ചുകൊണ്ട് അതിഥിയായി ജഗന്നാഥൻ വന്നു സ്നാനം ചെയ്തു. ബാക്കി വന്ന ആ ജലം ഭക്തി പാരവശത്താൽ ദേഹത്തേക്ക് തൂക്കുകയും പത്മ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭക്ഷണത്തിൻ്റെ ബാക്കി, ഇത് ജഗന്നാഥൻ കഴിച്ചതിൻ്റെ ബാക്കിയല്ലേ പ്രിയെ, ഇതെനിക്ക് തരൂ എന്ന് കണ്ണീർ വാർത്തുകൊണ്ട് പറയുകയും കഴിക്കുകയും ചെയ്തു. അവിടുന്ന് പത്മയ്ക്ക് ദർശനം കൊടുത്തില്ലേ കണ്ണ, അടിയനെ അകലെയാക്കിയത് എന്തിന് എന്ന് പറഞ്ഞു കരഞ്ഞുകൊണ്ടേയിരുന്നു. ആ സംഭവത്തിനു ശേഷം അദ്ദേഹം പൂർണ്ണമായ സാധനയോടുകൂടി ഗീതാഗോവിന്ദം പൂർത്തീകരിച്ചു. ഗീതാഗോവിന്ദത്തിലെ ഓരോ വരികളും കണ്ണന് എത്ര പ്രിയപ്പെട്ടതാണ്. അഷ്ടപതി കേട്ടുറങ്ങുന്ന കണ്ണനെ കാണുമ്പോൾ ഓരോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ചെല്ലുമ്പോഴും അന്ന് കണ്ണൻ എഴുതി വച്ച വരികൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ ഓർക്കാറുണ്ട്. എല്ലാവരും ഇനിയെങ്കിലും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോകുമ്പോൾ കണ്ണൻ എഴുതിയ ആ വരികളൊന്ന് കേട്ട് ആനന്ദത്തോടെ കണ്ണനെ നോക്കി പ്രാർത്ഥിച്ചിരിക്കണേ. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.